പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ കേരളത്തിൽ അധികവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വൈദ്യുതി നിയന്ത്രണം എന്നത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവരുടെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒന്നായിരുന്നു 10 വർഷമായി ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ല എന്നതാണ്. കേരളത്തിൽ 10 വർഷമായി അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ല. അതിന് സർക്കാർ തന്നെ ഉന്നയിച്ച ഒരു വാദം എന്നത് 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കൊന്നും തന്നെ ഈ പവർ കട്ട്, ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പോലും അറിയാത്ത സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ്. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയായിരുന്നു ആ വൈദ്യുതി നിയന്ത്രണം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ വൈദ്യുതി നിയന്ത്രിക്കുന്നുണ്ട്. അരമണിക്കൂർ എന്ന നിലയിലാണ് വൈദ്യുതി നിയന്ത്രണം. എന്നാൽ ചിലയിടങ്ങളിൽ അത് 45 മിനിറ്റ് നീളുന്നു എന്ന ആക്ഷേപമുണ്ട്. മറ്റു പല ഇടങ്ങളിലും ഒന്നിലധികം തവണ വൈദ്യുതി നിയന്ത്രിക്കുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. വൈദ്യുതി നിയന്ത്രണം നടപ്പിലാക്കുന്നുണ്ട് എന്നത് സർക്കാർ തന്നെ സമ്മതിക്കുന്ന ഒന്നാണ്. എത്ര നാൾ ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകും? എന്താണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം? നമ്മൾ അതാണ് പരിശോധിക്കുന്നത്. ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, ഈ വൈദ്യുതി പ്രതിസന്ധിയോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് കാലവർഷത്തിലെ ലഭ്യത കുറവാണ് എന്നതാണ്. നമ്മുടെ പല പദ്ധതികളും, നമ്മുടെ കാർഷിക മേഖലയും വൈദ്യുതി ഉൽപ്പാദന മേഖലയും എല്ലാം ഈ കാലവർഷത്തെ ഏറെ ആശ്രയിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് വളരെയധികം താഴ്ന്നിരിക്കുന്നു. ജലസംഭരണം എന്നത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ സർക്കാരിന്റെ ഡേറ്റകൾ അനുസരിച്ച് ഡാമുകളിലെ ജലനിരപ്പ് എന്നത് 2026 ജൂണിൽ 20.89% താഴെയാണ് എന്നതാണ്. അതായത് സംസ്ഥാനത്തെ ഡാമുകളുടെ മൊത്തം സംഭരണ ശേഷിയുടെ 20% ജലം മാത്രമാണ് കേരളത്തിലെ ഡാമുകളിൽ ഇപ്പോൾ ഉള്ളൂ എന്ന് അർത്ഥം. ഒരുപക്ഷെ കാലവർഷം ശക്തി പ്രാപിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ കണക്ക് എടുത്തു പറയേണ്ടത്. ഒപ്പം 2025, അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് 58% മുകളിൽ ആയിരുന്നു എന്നതാണ്. അതാണ് ഈ പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നത്. ഈ വർഷം ഇത് 20%, 21% താഴെയെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 58% മുകളിൽ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ മഴ ലഭ്യതയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമടക്കം പറയുന്നത് മഴ ലഭ്യതയിൽ 1/3 കുറവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കാലവർഷത്തിൻ്റെ രീതികൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഈ നിലയിലുള്ള മഴയാകണമെന്നില്ല. അതിശക്തമായ മഴ ലഭിച്ച് ഒരു പക്ഷേ കാലവർഷത്തിലെ മഴ ലഭ്യതയുടെ കുറവ് പരിഹരിക്കപ്പെട്ടേക്കാം. ഒപ്പം നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഡേറ്റകളിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം എന്നത് 2026 ജൂൺ മാസത്തിൽ 19.64 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു എന്നതാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് 2025 ജൂൺ മാസത്തിൽ 47 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആണ് ഉൽപ്പാദിപ്പിച്ചത് എങ്കിൽ ആ ഉൽപ്പാദനം ആണ് 19.64 എന്ന നിലയിലേക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുള്ളത് എന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവാണ്. ഇനി ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ഉപഭോഗം നമുക്കറിയാം, സാധാരണ നിലയിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ആണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. ആ സമയങ്ങളിൽ ആണ് വീടുകളിൽ ഏറ്റവും അധികം വൈദ്യുതി ഉപയോഗിക്കുക. സാധാരണ നിലയിൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ലൈറ്റുകൾ, ഫാനുകൾ, ഫ്രിഡ്ജ്, മോട്ടോർ, ടെലിവിഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടായെങ്കിലും ഫാൻ, AC എന്നിവയുടെ ഉപയോഗം കൂടുന്നത് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ, മാർച്ച് മാസങ്ങളിലൊക്കെയാണ്. ഇവിടെ 2026 ജൂണിൽ മാത്രം 27 ജൂണിലെ കണക്കുകൾ അനുസരിച്ച് ജൂൺ 27 മാത്രം 700 മെഗാവാട്ടിൻ്റെ കുറവ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച 700 മെഗാവാട്ടിൻ്റെ കുറവാണ് സംസ്ഥാനത്തുണ്ടായത് എങ്കിൽ ഞായറാഴ്ച പൊതുവിൽ അവധി ദിവസം അന്ന് കൂടുതൽ കുറവ് പ്രതീക്ഷിച്ചതാണ് എങ്കിലും 300 മെഗാവാട്ടിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. 2 ദിവസങ്ങളിലെ ഡേറ്റ മാത്രമാണ് ഇത്.
ഇവിടെ തന്നെ 700 മെഗാവാട്ട് മുതൽ 900 മെഗാവാട്ട് വരെയുള്ള വൈദ്യുതിയുടെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, നമ്മളിപ്പോൾ വേനൽക്കാലത്തല്ല മഴക്കാലത്താണ് ഇത്തരത്തിലൊരു കുറവുണ്ടാകുന്നത് എന്നതാണ്. ഈ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കുറവ് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ സോളാർ വൈദ്യുതിയുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്നത് മാത്രവുമല്ല, അത് 2003 മെഗാവാട്ടിലേക്ക് 2300 മെഗാവാട്ടിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നതും ജലവൈദ്യുതിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം 2200 മെഗാവാട്ടിലെ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതുമാണ് ഡേറ്റ. എന്നാൽ ഈ ഉപഭോഗത്തിലുണ്ടാകുന്ന മാറ്റം, വൈദ്യുതി ഉപഭോഗത്തിലുണ്ടാകുന്ന മാറ്റം 2020 നിന്ന് 2026 എത്തുമ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 6 വർഷത്തിനിടെ നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ മാറ്റമുണ്ടായി എന്നതാണ് വൈദ്യുതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റകളിലൂടെ വ്യക്തമാകുന്നത്. 2020 ഏപ്രിൽ മാസത്തിൽ 3416 മെഗാവാട്ട് ആയിരുന്നു നമ്മുടെ ഉപഭോഗം എങ്കിൽ 2026 ഏപ്രിലിലേക്ക് എത്തിയപ്പോൾ അത് 5900 എന്ന നിലയിലേക്ക് ഉയർന്നു എന്നതാണ്. അതായത് ഈ 6 വർഷങ്ങൾക്കിടെ അത്രമേൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഉപഭോഗത്തിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഈ 6 വർഷത്തിനിടെ ഇരട്ടിയോളം വർധനയ്ക്ക് കാരണമായതായി സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടെ ചൂട് വർദ്ധിച്ച സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ ഉപയോഗത്തിൽ വലിയ മാറ്റം ഉണ്ടായി എന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുതിപ്പാണ്. ഒരുപാട് ആളുകൾ ഈ 2 വീലറുകൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഇലക്ട്രിക് കാറുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ മാറ്റമാണ് പ്രധാനമായും സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യും എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ചില കണക്കുകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉയർന്ന വിലയ്ക്ക് മറ്റ് ഇടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് വൈദ്യുതി വാങ്ങുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പോംവഴി എന്നത്. സംസ്ഥാനത്ത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനോ അതിലൂടെ ഈ പോരായ്മ പരിഹരിക്കാനോ പറ്റാത്ത പശ്ചാത്തലത്തിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന് 10 രൂപ വരെ നൽകിക്കൊണ്ട് വൈദ്യുതി വാങ്ങേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ആ അധിക ഭാരം ഉപഭോക്താക്കളുടെ തലയിലായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡിസംബർ വരെ ഹ്രസ്വ കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങിച്ച് ഈ പ്രശ്നം പരിഹരിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ വൈദ്യുതി വാങ്ങിക്കാനാണ് പദ്ധതിയെങ്കിൽ പോലും നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി എന്നത്, സാധാരണ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അധികം വൈദ്യുതി വിൽക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഉള്ളത്. അവിടെ ചൂട് വർദ്ധിച്ചതിനാൽ ഉത്തരേന്ത്യയിലെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിന് വൈദ്യുതി വിൽക്കാൻ പല സംസ്ഥാനങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ പോലും അത് ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയേണ്ട ഒന്നാണ്, നമ്മൾ വായ്പയായി വാങ്ങിയ വൈദ്യുതി തിരിച്ചടയ്ക്കുക എന്ന ഉത്തരവാദിത്വം കൂടി. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ വൈദ്യുതി ഉപഭോഗം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വൈദ്യുതി വായ്പയ്ക്ക് വാങ്ങിയ സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്കാണ് നമ്മൾ വായ്പയായി വാങ്ങിയത്. ആ വായ്പയായി വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ തിരിച്ചു നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മഴക്കാലത്ത് സ്വാഭാവികമായും വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടാകും എന്നതാണ്. പക്ഷേ ലോകകപ്പ് ഫുട്ബോൾ കൂടി വന്നതോടുകൂടി കൂടുതൽ ടെലിവിഷനുകളും പ്രവർത്തിക്കാൻ തുടങ്ങി. ടെലിവിഷനുകൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഫാനുകൾ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ AC വർക്ക് ചെയ്യാം, ലൈറ്റുകൾ വർക്ക് ചെയ്യാം. അങ്ങനെ എന്തായാലും കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഇപ്പോൾ തിരിച്ചു നൽകുക എന്നത് 400 മുതൽ 600 മെഗാവാട്ട് വരെ വൈദ്യുതിയാണ് നമ്മൾ വായ്പയായി സ്വീകരിച്ച, അതായത് സ്വാപ്പ് കരാർ പ്രകാരം വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടതായി വരുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം വൈദ്യുതി മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായി വരുന്നത്. അവിടെ രാഷ്ട്രീയമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരു ഭാഗത്ത് തുടരുക തന്നെയാണ്. അതിനിടയിലും യഥാർത്ഥ കണക്ക് എന്നത് ഇതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.